പൂഞ്ചിലിൽ നിന്ന് മനോഹരമായ ദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ കയറി വന്നാലും ശരിക്കും സീ ലെവലിൽ നിന്ന് ഒരു 3200 അടി ഹൈറ്റിലാണ് നമ്മൾ ഇപ്പോൾ കയറി വന്ന് നിൽക്കുന്ന വ്യൂ പോയിന്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് തിരുവനന്തപുരം ജില്ല മുതൽ എറണാകുളം വരെയാണ് ഈ ഒരു സൈഡ്. എൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വാഗമണ്ണ് മുതൽ ഈ മൂന്നാർ വരെയാണ് ഫുൾ വ്യൂ ആയിട്ട് നമുക്ക് കവർ ചെയ്ത് കാണുന്നത്. ഇവിടെ നിൽക്കുന്നതിലും ഇവിടെ ഭംഗി വയർലെസ് സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന ടോപ്പിലേക്ക് കയറുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. ലവീഴ പൂഞ്ചിറ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവർ താമസിച്ചിരുന്നതായിട്ട് ഐതിഹ്യം പറയണേ. അന്ന് എലവിന്റെ പൂ കൊണ്ട് ഇങ്ങനെ ചിറ നിർമ്മിക്കപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ പഴയ ക്ഷേത്രവും ആ ചിറയൊക്കെ ഉണ്ട് നിലവിൽ. അങ്ങനെ അതാണ് ശരിക്കും ലവീഴ പൂഞ്ചിറ എന്ന് പറയാൻ കാരണം. അതോടൊപ്പം തന്നെ ഈ കുന്നിന്റെ ലാസ്റ്റ് എൻ്റെ ഒരു മുനിയറ ഗുഹ, ഒരു കേറവ്, അത് ശരിക്കും ഈ കണക്റ്റഡ് ആയിട്ട് ഈ അമ്പലത്തിന്റെ ഇവിടം വരെ വന്നിങ്ങനെ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. താമസിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ DTPCയുടെ കോട്ടേജ് ആണ് ഇതേ കാണുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കോട്ടേജ് ഉണ്ട്. അതുപോലെ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പല കോട്ടേജുകളുണ്ട്. ബാംബു ഹട്ട്, ഡോർമെട്രി, ടെന്റ് ക്യാമ്പിങ്, സാധാ വീട്, മഡ് ഹൗസ്, ഇതെല്ലാം ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു സീസൺ ഓഫ് സീസൺ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും തന്നെ ആൾക്കാരായി. എന്നാ വെച്ചാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വഴി സൗകര്യം ഇല്ലായിരുന്നു സാറേ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു കൊല്ലമായി വഴിയൊക്കെ ഡെവലപ്പായി വന്നപ്പോഴത്തേന് ന്യായമായ ആൾക്കാർ വരാൻ ആൾക്കാരുണ്ട്. ഈ ലൈന് ശരിക്കും ഇടിമിന്നൽ രക്ഷാജാലകമാണ്. ഇവിടെ ഈ സീ ലെവലിൽ ഇത്ര ഹൈറ്റിലായതുകൊണ്ട് പൊതുവെ ഇടിമിന്നൽ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിപ്പോ ഈ ഒരു 10-14 ഉണ്ട് ഈ കുന്ന് നിറച്ചിങ്ങനെ വെച്ചിരിക്കുക. അതാണ് സംഭവം. ഇത് പൊതുവെ എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ തുലാവർഷത്തിലാണ് ഇടിമിന്നലിന്റെ ഒരു പ്രശ്നം മെയിനായിട്ട്. അതാണ് ഞാൻ പിടിപ്പിച്ചത്. എൻ്റെ പേര് അനീഷ്.